മാധവേട്ട, വന്ദനയ്ക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്തു കുഴപ്പം? വന്ദന ആ വീട്ടിൽ നല്ലൊരു മരുമകളായി കഴിയാ. കുറുപ്പ് നല്ല മാന്യമായ പെരുമാറ്റമായിരുന്നു. ആണോ? അച്ഛൻ കള്ളം പറയാ അച്ഛമ്മേ. അച്ഛനെയും വന്ദനമ്മേനെയും ഒരുപാട് വഴക്ക് പറഞ്ഞു. ദിയമോൾക്ക് സങ്കടം വന്നു. മാധവേട്ട, താൻ അതൊന്നും കാര്യമാക്കണ്ടല്ലേ. കുറുപ്പിന്റെ മനസ്സിൽ സങ്കടമുണ്ട്. അയാൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അതിനെ അങ്ങനെ കണ്ടാ മതി. ഇതൊക്കെ കണ്ടാ ഞാൻ പറഞ്ഞത് ഈ ബന്ധം ഒരിക്കലും ചേരില്ല. അപ്പൊ ഓരോരുത്തര് ജഗനെ മരുമകനായിട്ട് അംഗീകരിച്ചു എന്നങ്ങോട്ട് പ്രഖ്യാപിക്കല്ലായിരുന്നോ? അനുഭവിച്ചോ? ജഗനെ രാഷ്ട്രീയക്കാരന് അവൻ നാളെ കാലും മാറില്ലെന്ന് ആരാ കണ്ടത്? ദേ, ഇവനെ കളഞ്ഞിട്ടേ കുറുപ്പിന്റെ മോള് പോയതുപോലെ ജഗനും ഒരു ദിവസം വന്ദനെ കളയും. കുറുപ്പിന്റെ രക്തമാണവൻ. അന്നും കരഞ്ഞും വിളിച്ച് നടന്നിട്ടേ ഒരു കാര്യം ഉണ്ടാവില്ല. അവൻ അവളെ കല്യാണം കഴിച്ചതിനെ നമ്മുടെ പക്കല് തെളിവില്ലെന്നുള്ളത് ഓർമ്മ വേണം. പ്രകാശ, എന്ത് പ്രകാശൻ? വേണമെങ്കിൽ പോയി മോളെ കൂട്ടിക്കൊണ്ടുവാ. അല്ലെങ്കിൽ ഇതുപോലെ അച്ഛനില്ലാത്ത ഒന്നിനെ കൂടി ചുമക്കേണ്ടി വരും വയസ്സുകാലത്ത് നിങ്ങൾക്ക്. നിർത്തട. അടിച്ചു നിന്റെ കരണം പൊളിക്കാത്തതേ നീ കെട്ടി ഇവളെ ഓർത്തിട്ട. നീ ഇപ്പൊ ഞങ്ങൾക്ക് തരാത്ത കരുതലും സ്നേഹമൊക്കെ ഇവള് ഞങ്ങൾക്ക് തരുന്നുണ്ട്. എത്ര വൃത്തികെട്ടവരാണെങ്കിലും താലി കെട്ടി അവളുടെ ഭർത്താവിന് അടികൊള്ളുന്നതേ ഏതൊരു ഭാര്യയ്ക്കും സഹിക്കില്ല. ചന്ദ്രു, വേണ്ട.